ഹലോ ഗൈസ്. അപ്പോൾ ഗെയിം ചേഞ്ചർ റിയ സലീം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ബി ഹോട്ടലിലെ ഗസ്റ്റായിട്ട് വന്നിട്ട് എന്താണ് സംഭവിച്ചത്? ആരാണ് റിയ സലീമിനെ തന്തയ്ക്ക് വിളിച്ചത്? ഒന്ന് അറിയണമല്ലോ. എന്തൊക്കെയാണ് ബിയിൽ ഇന്ന് സംഭവിച്ചത്? ഇന്നലെയാണ് റിയ സലീം വന്നത്. ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത് എല്ലാം നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അപ്പോൾ ഇന്നലെ റിയ സലീം വന്നു. ശോഭയും പിന്നെ എന്താ പറയുക, നമ്മുടെ ഷിയാസ് കരീമും പോകുന്നതിന് തൊട്ട് മുന്നായിട്ടാണ് വന്നത്. അവർ പോകുന്നത് വരെ വലിയ അനക്കമൊന്നും കണ്ടില്ല. അത് കഴിഞ്ഞതും റിയാസ് കയറി അങ്ങോട്ട് ചൊറിയാൻ തുടങ്ങി. ആരെയായിരിക്കും അറിയാമല്ലോ, നമുക്ക് ഇന്നലെ അറിഞ്ഞതാണ്. ലക്ഷ്മീനെ ഞാൻ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മീനെ കയറി ചൊറിഞ്ഞു. ലക്ഷ്മിയുടേതായിട്ടുള്ള സ്റ്റാൻഡൊക്കെ പറഞ്ഞു. ലക്ഷ്മി ഒന്ന് ചെറുതായിട്ട് മാന്തി വിട്ടു. ആ മാന്തലോടുകൂടി പുള്ളി വിചാരിച്ചത്, നമ്മുടെ ചൊറിയൻ റിയ സലീം വിചാരിച്ചത്, ലക്ഷ്മി അങ്ങനെ പറയുമ്പോൾ ലക്ഷ്മി മെൻ്റലി ഡൗൺ ആവും. കാരണം LGBT കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പ്രസിഡൻറ്റ് കോൺഫറൻസിന് വന്ന പോലെയാണ് ഒരു ബി ഹോട്ടലിലേക്ക് ഗസ്റ്റായിട്ട് റിയ സലീം കയറി വന്നത്. എന്തരടേ നിനക്ക് ഈ സ്വഭാവം മാറിയില്ലടേ ഇതുവരെ? അല്ല, ഞാൻ ചോദിക്കുമോ, നിനക്ക് ഈ സ്വഭാവം ഇതുവരെ മാറിയില്ലേ? ആ സീസൺ 4 നീ കാണിച്ചു കൂട്ടിയ വിവരക്കേടും വൃത്തികേടും ചീത്തയും എല്ലാം നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ഈ ചൊറിയൻ ഇവിടെ വന്നിരുന്ന് പറയുന്നു ന്യായമായ ഭാഷ ഉപയോഗിക്കുക. ഞാൻ വരാം, അതിലേക്ക് ഞാൻ വരാം. എന്നിട്ട് ലക്ഷ്മീനെ ഒന്ന് ചൊറിയാൻ നോക്കി. ലക്ഷ്മി വളരെ കൂളായിട്ടാണ് എടുത്തത്. അപ്പോൾ അങ്ങനെ ഹോട്ടലിൻ്റെ നടത്തിപ്പ് കാര്യങ്ങളൊക്കെ പോകുന്നു കറക്റ്റായിട്ട്. പിന്നീട് ഓരോരുത്തരെ ആദിലയും നൂറയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം പുള്ളി വന്നത് ബിയുടെ ഗസ്റ്റായിട്ടല്ല, പുള്ളി വന്നത് LGBT കമ്മ്യൂണിറ്റിയുടെ പ്രസിഡൻ്റായിട്ട്. LGBTQ എല്ലാം കൂടി സമ്മേളനം കൂടി കമ്മിറ്റി വിളിച്ച് അവരെ എന്തോ ഒരു വലിയ സംഭവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പാണ്. ഇവനെ എന്തോ പറയണം നമ്മൾ. ഓക്കെ. എന്നിട്ട് രാവിലെ ഇന്ന് 4:30 മണിക്കൊക്കെ ടാസ്ക് എല്ലാവരും എഴുന്നേക്കേണ്ടി വന്നിട്ട് ടാസ്ക് തുടങ്ങി. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇവ എന്താ ചെയ്യാൻ പറയുന്നത്? കാരണം രാവിലെ യൂണിഫോം ഇട്ട് അവർ റെഡി ആയില്ല. കാരണം 4:30 4:30 മണിക്ക് അവർ എഴുന്നേറ്റു. അപ്പോൾ ഇന്നലെ തന്നെ ലേറ്റായിട്ട് ആരും ഉറങ്ങി. ഇന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ ഒരു വീക്കിലി ടാസ്ക് അവർക്ക് വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷേ ഇവർക്ക് ടാസ്ക് എന്താണെന്ന് മനസ്സിലാവാതെ ഇവർ ചുമ്മാ കിടന്ന് ജോലി ചെയ്യുവാണ്. ഇങ്ങനെ ഭയങ്കര അടിമപ്പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ഈ വന്ന ഗസ്റ്റുകൾ 2 പേർക്ക് ഷിയാസും അതുപോലെ തന്നെ ശോഭിക്കും എങ്ങനെയാണ് ഈ ടാസ്ക് കൊണ്ടുപോകണത് ഒന്നും ചെയ്തില്ല. അവർ ഒരുമാതിരി എന്ത് പറയുന്ന ആരിൻ്റെ പിന്നെ എന്തോ റിലേറ്റീവാണ് ശോഭ. അപ്പോൾ ആരിനെ സപ്പോർട്ട് ചെയ്യാൻ വന്ന്. അതുപോലെ തന്നെ ഷിയാസ് നല്ലതിന് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് അനുമോളുടെ പാവ എടുത്ത് ദൂരക്കളഞ്ഞ്. അങ്ങനെ കുറേ ബാലിഷ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ബിയിൽ അവർ ചെയ്തത്. ഒരു ചാലഞ്ചേഴ്സാണ് ഗസ്റ്റ് എന്ന് വരുന്നത് ഒരു ചലഞ്ചേഴ്സാണ്. ബെസ്റ്റ് ഗെയിമേഴ്സിനെ ചലഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇവിടെ കണ്ടത് ഇവരെ ഒരുമാതിരി എന്താ പറയുന്നത് കളിയാക്കൽ. അനീഷിനെ മുഖത്ത് പെൺവേഷം കെട്ടിച്ച് വരയ്ക്കുക, അനുമോളുടെ മുഖത്ത് യക്ഷിയെ വരപ്പിക്കുക. ഇതിനൊക്കെയുള്ള വളരെ മോശമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. കാരണം ഇത് പുറത്തേക്ക് പോകുന്നതാണ്, ജനങ്ങൾ കാണുന്നതിനുള്ളൊരു വിവരമില്ലാതെയാണ് കുറേ എണ്ണം കാണിച്ചിരുന്നത്. എന്നിട്ട് പോകാൻ നേരത്ത് നല്ലൊരു പ്രസംഗവും. ഇത് എല്ലാവരും കാണുന്നതാണ്, കുട്ടികളും എല്ലാവരും കാണുന്നത്. നിങ്ങൾ എൻ്റർടൈൻ ചെയ്യണം. ഇതാണ് എൻ്റർടൈൻ. വിവരമില്ലാത്ത കുറേ കാര്യങ്ങൾ പറയണ്ട. അതുപോട്ടെ. അങ്ങനെ അവർ ഒരുപാടങ്ങ് നമ്മളെ വെറുപ്പിച്ചില്ല എന്ന് പറയാം. എന്നാലും കുറച്ചൊക്കെ വെറുപ്പിച്ചില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിനുശേഷം അവർ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ റിയാസ് വന്നു. റിയാസ് അത് കഴിഞ്ഞ ശേഷം പിന്നെ രാവിലെയായി. അപ്പോൾ ഈ ബെഡ്ഷീറ്റ് രാവിലെ അവർ യൂണിഫോം ഇട്ടതിന് ശേഷമാണ്. കാരണം ഹൗസ് കീപ്പിംഗിലാണ് നമ്മുടെ അനീഷും അതുപോലെ തന്നെ ഷാനവാസും ഉള്ളത്. ഒന്നാമത്തെ കാര്യം, ഷാനവാസ് ഒരു 8 ഗുളികയോളം കഴിക്കുന്ന ഒരു ടാബ്ലറ്റ് കഴിക്കുന്ന ഒരു മനുഷ്യനാണ്. അത് മനസ്സിലാക്കണം. അയാൾ ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ അയാൾ പിന്നെ ഇത് പുറത്തുനിന്ന് എല്ലാവരും പുറത്തുനിന്ന് പോയി ചെല്ലുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാം അയാളൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. അയാൾക്ക് 4-5 ബ്ലോക്ക് വന്ന ആളാണ്. അയാളുടെ ജീവിത പ്രശ്നങ്ങൾ കൊണ്ടാണ് അയാൾ ബിഗ് ബോസ് ഹൗസിലേക്ക് കുറച്ച് കാശിന് വേണ്ടിയിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ ആ പുള്ളിനെ കൊണ്ടുവന്ന് ഈ രാവിലെ 4:30 മണിക്ക് പറയുന്നു എന്തുകൊണ്ടൊക്കെ മടക്കി വേ, എല്ലാം എടുത്തെറിയുന്നു, അതെല്ലാം മടക്കി വേ. എന്താണ് ഇവൻ ആരിന്? അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ഈ ചോദ്യം തന്നെയാണ്. ശരി, അപ്പോൾ അയാൾ പിന്നെ ഷാനുക്ക് ആദ്യം പറഞ്ഞു, ഷാനവാസ് പറഞ്ഞു എന്താ പറയണേ, ഞാൻ യൂണിഫോം ഇട്ടില്ല, ഞാൻ ഡ്യൂട്ടിക്ക് കയറാൻ പോകണേ ഉള്ളൂ, ഞങ്ങളെ ഡ്യൂട്ടി തുടങ്ങിയിട്ടില്ല, അപ്പോഴത്തേക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അത് മാന്യമായ ഭാഷയിൽ. പക്ഷേ ഇവൻ അത് സമ്മതിക്കാതെ ഇവൻ കിടന്ന് അലറിയിട്ട് എന്താ ചെയ്തതെന്നറിയാമോ? അവിടെ ഇരുന്ന നമ്മുടെ ഈ തെർമോക്കോളിൻ്റെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട് ശരിക്കും അവിടെ കിടന്ന കുപ്പയും സാധനങ്ങളും എന്ന് പറഞ്ഞാൽ അഴുക്കുകളെല്ലാം ആ ബെഡ്റൂമിൽ വെതറുവാണ്. എന്നിട്ട് ചെയ്യിപ്പിക്കുവാണ്. അപ്പോൾ ഇവൻ എന്താണ് വിചാരിക്കുന്നത്? അപ്പം പറഞ്ഞു, നിന്നേം കാട്ടി ഇതൊക്കെ തൂത്താൽ പോവും, ഇവിടെയുള്ള വേസ്റ്റുകളെ തൂക്കാനും പറ്റില്ല. ഇതിൻ്റെ കൂടെ ആരാണ് നിൽക്കുന്നത്? ആദിലയും കൂടി വേസ്റ്റ് ഇട്ട് കൊടുക്കുവാണ്. എങ്ങനെയുണ്ട് ഇതെന്താണ്? ബി ഹൗസ് എന്ന് പറയുന്നത്, ബി ഷോ എന്ന് പറഞ്ഞാൽ LGBT വല്ല അവരുടെ വല്ല സമ്മേളന സ്ഥലമോ?
അവരിൽ രണ്ടാൾക്കാരെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ഇവർ ഇത്രയും അഹങ്കരിക്കുന്ന എന്തിനാണ്? അവർ ലക്ഷ്മി പറഞ്ഞത് ഒരു തെറ്റിപ്പോയി. ലക്ഷ്മി പറയേണ്ട ഇതായിരുന്നു. സ്വന്തം വീട്ടിൽ പോലും കയറ്റുന്നില്ല അവരെ. സ്വന്തം വീട്ടിൽ പോലും കയറാൻ പറ്റാത്തവർ, സ്വന്തം മാതാപിതാക്കളെ പോലും അംഗീകരിക്കാത്തവർ, ഇതായിരുന്നു ലക്ഷ്മി പറയേണ്ടത്. അല്ലാണ്ട് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്ന് ലക്ഷ്മി പറഞ്ഞാൽ വളരെ തെറ്റ്. പക്ഷേ എന്താണ് യഥാർത്ഥമായിട്ട് എന്താണ്? സ്വന്തം വീട്ടിൽ പോലും കയറാത്തവർ, അല്ലെങ്കിൽ കയറ്റാത്തവർ, അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ പോലും അംഗീകരിക്കാത്ത ആൾക്കാരാണ് ഇവർ. അല്ലെന്ന് പറയാൻ പറ്റുമോ? ഞാനിപ്പോൾ ചോദിക്കുവാണ്. അല്ലെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഈ കുട്ടികളെ എപ്പോഴും ന്യായീകരിക്കുന്ന പിള്ളേരാണ്, എനിക്കിഷ്ടമാണ് അവരെ. പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ്, ലക്ഷ്മി പറഞ്ഞത് തെറ്റിപ്പോയി, ലക്ഷ്മി പറഞ്ഞത് തെറ്റാണ്. പക്ഷേ ഇവർ സ്വന്തം മാതാപിതാക്കൾ പോലും ഇവരെ അംഗീകരിച്ചില്ല. അവർക്ക് വേണ്ടിയിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യണം. അവർ സ്വന്തമായിട്ട് കളിച്ച് അവർ കപ്പ് വാങ്ങിക്കട്ടെ, അതല്ലേ. ഇവൻ വന്നിട്ട് ഇവനെന്തോ എപ്പോഴും ആലോചിക്കണം. ഇവൻ എവിടെ പോയാലും, ഇവൻ ആരെ സപ്പോർട്ട് ചെയ്താലും, ഇവൻ എഗൻസ്റ്റ് നിൽക്കുന്ന ആൾക്ക് എപ്പോഴും വോട്ട് കൂടുതലാണ്, അല്ലെങ്കിൽ അവർക്കായിരിക്കും എപ്പോഴും ജനപിന്തുണ. ഇപ്പോഴും ഇവന് മനസ്സിലാവും. ഇവൻ കഴിഞ്ഞ നമ്മുടെ അഖിൽമാരാരുടെ സീസൺ ഇവൻ കയറി. എതിര് കളിച്ച അഖിൽമാരുടെ മുകളിലോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടോപ്പ് ലെവലിലെത്തി. ഇവൻ ആരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നു, ഇവൻ ആരെ ദ്രോഹിക്കുന്നു, അല്ലെങ്കിൽ ഇവൻ ആരെ ശത്രുവായിട്ട് വിചാരിക്കുന്നു, അവരായിരിക്കും ഏറ്റവും ടോപ്പിൽ പോകുന്നത്. ഇവനത് അറിയാവേ. പിന്നെ ഇവൻ എന്തിനാണ് അങ്ങോട്ട് തള്ളിക്കയറി ചെന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ബിഗ് ബോസ് BB ഇവനെ വിളിച്ചതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ എന്തായാലും പിന്നെ ഷാനവാസ് ഇത് ചോദ്യം ചെയ്തു. ഷാനവാസ് നല്ലത് പറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഷാനവാസിനെ ഇഷ്ടമൊക്കെയാണ്. പക്ഷേ ഷാനവാസ് അത്ര നന്നായിട്ട് കളിക്കുന്നില്ല എന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ടായത്. എനിക്ക് അനീഷായിട്ടുള്ള കോംബോ ഒക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷേ ഷാനവാസ് പറഞ്ഞു, നീ ആരാ? നീ ഹോട്ടലിലെ ഈ ജോലി ചെയ്യിക്കാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ എന്നിട്ട് ഇവൻ വീണ്ടും ആ ചവറ് ഇവനും ആദിലേയും കൂടി കൊണ്ടിടുവാണ്. അപ്പോൾ ഉടനെ പറഞ്ഞു, പിന്നെ ഇത് ഞാൻ എത്ര വേണമെങ്കിലും തൂക്കും, പക്ഷേ ഇവിടെ ഉള്ള വേസ്റ്റുകളെയാണ് കളയാൻ പാടാണ്. കറക്റ്റാണ്. അവിടുത്തെ വേസ്റ്റുകളാണ് ഇവൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടുത്തെ വേസ്റ്റുകളായി മാറിക്കഴിഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കേൾക്കുന്നത്, എനിക്ക് പറയാനൊരു മാന്യത ഉണ്ടായതുകൊണ്ട് ഞാനത് പറയാം. നമ്മൾ ജിസേലിനെ ചന്തി എന്നൊക്കെ പറയുന്നതിൽ ഞാനൊരു പെണ്ണാണ്. നമുക്ക് ഇതൊന്നും ആർക്കും ഇല്ലാത്ത ആൾക്കാരല്ലല്ലോ. നമ്മൾ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും എല്ലാം ഉള്ള അവയവങ്ങളാണ് ചന്തിയും അതും ഇതൊക്കെ. പക്ഷേ മറ്റേത് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. എവിടാണ്ട് കയറി പിടിച്ചു, സ്ഥാനത്ത് കയറി പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പല തവണ പിടിക്കാൻ ശ്രമിച്ചു, അല്ലെ പിടിച്ചു, അതിലെ കൈ തട്ടിക്കളഞ്ഞു, അടിച്ച് ലാസ്റ്റ് കയ്യിൽ ഒരൊറ്റ അടി വെച്ച് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ കെട്ടിപ്പിടിക്കുമ്പോഴേ അതിന് ശേഷം ഷാനവാസ് കട്ടിലേന്ന് നിന്ന് മാറിക്കിടക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ അലിഗേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ എന്തായാലും പറയുന്നില്ല കേട്ടോ. പിന്നെ എല്ലാവരും പറയുന്നത് ലാലേട്ടൻ വന്നിട്ട് ഇപ്പോൾ അങ്ങ് കാണിക്കും, എന്നിട്ട് പിന്നെ നിവിൻ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്തു എന്ന് പറയില്ല. കാരണം ഇവരുടെ ഷോയുടെ ക്രെഡിബിലിറ്റി അവർ നോക്കിയേ ചെയ്യത്തുള്ളൂ. ഇതെന്താ നമ്മുടെ അനീഷിനെ അറിയത്തില്ലേ, ഷോയുടെ ക്രെഡിബിലിറ്റി പോകത്തില്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ. അവർ വേണമെങ്കിൽ ഷാനവാസിനെ കള്ളനും വെക്കും, അതും അവിടെ നടക്കും. കാരണം ഷാനവാസിനെ കള്ളനാക്കിയത് കൊണ്ട് അവർക്ക് ഒരു നഷ്ടവും വരാനില്ല. അവർ ആരെ കള്ളനും ആക്കും, അവരെ മോശക്കാരനാക്കും, മോശക്കാരിയാക്കും, അവരാരെ വേണമെങ്കിലും എന്തും ചെയ്യുന്നു. അവർക്ക് ആരാണോ അവർക്ക് കാശ് കൂടുതൽ, അല്ലെങ്കിൽ കാശ് കിട്ടുന്ന ഏത് വഴിയാണോ നല്ലതെന്ന് വെച്ചാൽ അവരത് ചെയ്യും. അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അല്ലാണ്ട് വേറെ നന്മ കളിക്കാനൊന്നും അല്ല ബിഗ് ബോസ് ആൾക്കാർ ഇരിക്കുന്നത്. അവർ ഈ കണ്ടസ്റ്റിനെ ആരെ നെഗറ്റീവ് ആക്കിയാൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുമെന്ന് അവരെ നെഗറ്റീവാക്കി വിടും. അപ്പോൾ എന്തായാലും ഷാനവാസ് നല്ല ശരിക്ക് പറഞ്ഞു. ലാസ്റ്റ് ഷാനവാസിൻ്റെ വേസ്റ്റ് കളഞ്ഞ നല്ല ലാംഗ്വേജ് ഉപയോഗിക്കണം. നമ്മുടെ പിന്നെ ചൊറിയൻ റിയാസ് പറയുന്നേ നല്ല ലാംഗ്വേജ് ഉപയോഗിക്കണം. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇവൻ ഈ ഫോറിൽ പോയപ്പോൾ എന്തോ ഒരു തെറിയായിരുന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ അവനങ്ങ് വായിൽ മുഴുവൻ തെറിയായിരുന്നു. ലക്ഷ്മിപ്രിയ ഡോക്ടർ റോബിനെ പറഞ്ഞത് ഇഷ്ടം പോലെ പറയാൻ കൊള്ളാത്ത വാക്കുകളാണ്. അതുപോലെ നമ്മുടെ ലക്ഷ്മിപ്രിയ വരെ തെറി വിളിച്ചവനാണ് ഈ റിയാസ് സലീം. അങ്ങനെയുള്ള ഇവനാണ് പറയുന്നത് നിങ്ങൾ നല്ല ലാംഗ്വേജ് ഉപയോഗിക്കണം, വളരെ വേസ്റ്റ് ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത്. ഇല്ല 10 ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷും പഠിച്ചു വന്ന് ഇല്ല ഞാൻ ഒരു കൊല്ലക്കാരിയാണ്, അതുകൊണ്ട് കൊല്ലക്കാരെ കുറ്റം പറയുന്നത് പറയണ്ട. കൊല്ലത്ത് ആ ഒരു സാധാരണ ഒരു പഞ്ചായത്ത് ഒരു വില്ലേജിൽ താമസിക്കുന്ന ഒരുത്തൻ വന്നിട്ട് സായിപ്പിൻ്റെ കുഞ്ഞായി സങ്കര ഇനം ബ്രീഡ്, അവൻ വിദേശി സങ്കര ഇനം ബ്രീഡാണ് കേട്ടോ. അവൻ ഇംഗ്ലീഷേ വായിന്ന് ഇങ്ങനെ പൊഴിയത്തോളം. അതും പറഞ്ഞ് വരുമ്പോൾ ഇവനാണ് വലിയ ആളായി എന്നാണ് വിചാരം. കുറേ ലിഫ്റ്റിക്ക് വാരി തേച്ച് കണ്ണിൽ കുറേ കന്മഷിയും വരുത്തി വെച്ച് ഒരു മനുഷ്യനായിട്ട് നടന്നുകൂടായോ? ഒന്നിൽ പെണ്ണായിട്ട് നടാം, ഒന്നി ആണായിട്ട് നടാം, ഏതെങ്കിലും ഒരു രീതി നടാം. ആണും പെണ്ണും അല്ലാത്ത രീതി നടന്നു കഴിഞ്ഞാൽ തന്നെ മഹാബോറ്. ഇവനെ ഈ ആദ്യം നൂറ് പറയുന്നു എന്തോ ഒരു സീറ്റെന്ന്. എൻ്റെ ദൈവമേ, ഈ പിള്ളേരെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്തോ ഒരു സീറ്റ്, ഭയങ്കര സീറ്റ്, കാണാൻ എന്തൊരു സീറ്റെന്ന്. എൻ്റെ പൊന്നോ, എനിക്ക് വയ്യ, എനിക്കിതൊന്നും പറയാൻ മേല കേട്ടോ.
അപ്പോൾ എന്തായാലും നല്ല ശരിക്ക് കൊടുത്തു. നല്ല ശരിക്കെന്ന് പറഞ്ഞാൽ ഇച്ചിരി മീനൊന്നും അല്ല ഗൈസ്, വളരെ നന്നായിട്ട് കൊടുത്തു. ലാസ്റ്റ് പറഞ്ഞു ഉടച്ച് നിൻ്റെ കൈ തരിട പട. അപ്പോൾ ഇവൻ ഇങ്ങനെ കിടന്ന് വീണ്ടും ചൊറിയാണ്. അപ്പം ഷാനവാസ് പറഞ്ഞു പട. അപ്പോഴത്തേക്ക് ഇവനങ്ങ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ. അപ്പോഴത്തേക്ക് ഷാനവാസും പിന്നെ അവർ ഷാനവാസും അനീഷും കൂടി അത് മുഴുവൻ ഇന്ന് പല തവണയാണ് വാരിയിട്ടത്, പല തവണയാണ്. അതിനുശേഷം അതെല്ലാം തൂത്ത് വൃത്തിയാക്കി വാരി അതിനുശേഷം വീണ്ടും പിന്നെ അനീഷ് പറഞ്ഞ് ഗസ്റ്റിൻ്റെ ജോലി ചെയ്താൽ മതി, ഗസ്റ്റ് ഇങ്ങോട്ട് മേക്കിട്ട് കയറാൻ വന്നില്ല, നീ അളിഞ്ഞേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോളെ. അപ്പോൾ എന്തോ അവനെ സാറെന്ന് വിളിക്കാൻ, പോടാ സാറ്, നിൻ്റെ ഒരു സാറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് നല്ല ശരിക്ക് കൊടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഷാനവാസ് ആയിരുന്നു ഫയർ. ഇങ്ങനെ വേണം, കിടുക്കാച്ചി കളിയായിരുന്നു. ഇതാണ് വേണ്ടത്. ഗസ്റ്റ് അല്ല, ഇത് ആരായാലും നമ്മളൊരു ഹോട്ടലാണ്, ഈ ഹോട്ടലിൽ വരാം. അവൻ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ റിയാസിൻ്റെ കയ്യിൽ നിന്ന് പല തവണ ഈ BB ഹോട്ടൽ എന്നുള്ളത് മാറി BB ഹൗസായി. അവനും തന്നെ അങ്ങ് മറന്നു, അവൻ ട്രിഗറായിപ്പോയി. ഇവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സിറ്റുവേഷനാണ്. നമ്മൾ ഇത് ചിന്തിക്കാൻ വയ്യാത്ത സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവം ഉണ്ടല്ലോ. എന്തായാലും റിയാസ് ഭയങ്കരമായിട്ട് നാണം കിട്ട് നാറി, സത്യം പറയൂ ചീഞ്ഞളിഞ്ഞാണ് അവൻ ഇറങ്ങിയത്, പുറത്തിറങ്ങി. അവൻ കുറച്ച് ദിവസം നേരം കൊണ്ട് നിൽക്കണം, വൈകുന്നേരം കൊണ്ട് ഇറങ്ങേണ്ടവൻ. അവൻ നേരത്തെ തന്നെ ബിഗ് ബോസിനോട് പറഞ്ഞു, കാരണം അവൻ നിൽക്കും തോറും നാറുവാന്ന് അവന് മനസ്സിലായി. അത്രമാത്രമാണ്. അതുപോലെ അനീഷും ഷാനവാസിനോട് കട്ടയ്ക്ക് നിന്ന്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല, കട്ടയ്ക്ക് നിന്ന് ഷാനവാസിനോട്. എല്ലാവരും അനീഷിൻ്റെ തോളെ കയറുന്നുണ്ടായിരുന്നു. അനീഷിൻ്റെ തോളെ എല്ലാവരും പെട്ടെന്ന് അങ്ങ് കയറും കേട്ടോ. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി. അനീഷ് ഷാനവാസും അനുമോള് മാത്രമായി, ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായി. പിന്നെ അതിനുശേഷം പിന്നെ റിയാസൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇരുന്ന് അയ്യോ അതിലേയും നൂറെ ഇരുന്നങ്ങ് വർണ്ണിക്കുന്നു. അയ്യോ റിയാസ് വന്നപ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവായി. അതുപോലെ നെവിൻ്റെ പ്രശ്നങ്ങൾ, നെവിൻ അസ്ഥാനത്ത് പിടിച്ച കാര്യങ്ങൾ അവനോട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതൊന്നും ഒരു കാര്യമില്ലെന്ന് കാണാൻ അവൻ പറഞ്ഞു കൊടുത്തു. അതും കൂടി പറഞ്ഞിട്ടാണ് ഷാനവാസിനെ പ്രകോപിപ്പിക്കുന്നത്. ഷാനവാസിനെ അതൊക്കെ ഡിസ്കസ് ചെയ്ത്, അതാണ് ഷാനവാസിന് ഇത്രയും ദേഷ്യം വന്നത്. അപ്പോൾ അതിനുശേഷം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ആദിലയല്ലേ ആ പ്രശ്നത്തിന് കാരണം. ഷാനവാസ് ആദിലയോട് വളരെ രഹസ്യമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ആ രഹസ്യമായിട്ട് പറഞ്ഞ ഒരു കാര്യം അതിനെ പരസ്യമാക്കി ഒരു ഗെയിമാക്കിയത്, ഒരു കണ്ടന്റ് ആക്കിയത് ആദില എന്ന് പറയുന്ന വെറും വിവരമില്ലാത്തൊരു സാധനമാണ്. എനിക്ക് അവളെ അങ്ങനെ പറയാൻ പറ്റും. ഇത്രയും അഹങ്കാരിയായിട്ടുള്ളൊരു പെണ്ണിനെ എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ കണ്ടിട്ടില്ല. കാരണം അത്രമാത്രം കുത്തിത്തിരിപ്പും വിഷവും അതുപോലെ അഹങ്കാരമാണ് പെണ്ണിന്. നൂറ എന്ന് പറയുന്ന കൊച്ചിൻ്റെ ജീവിതം തന്നെ അവളാണ് നശിപ്പിച്ചതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം നൂറ പിന്നെയും പാവമാണ്. നൂറയ്ക്ക് കുറച്ചും കൂടി റെസ്പെക്റ്റ്, ആൾക്കാരോടൊരു മര്യാദയുണ്ട് കേട്ടോ, ബഹുമാനമൊക്കെ ഉണ്ട്. അതിനെ ഇല്ലാതാക്കാൻ ഓരോന്നും പറഞ്ഞ് അതിനെ കൊടുക്കുക. അത് ഓരോന്നും വന്ന് പറയും നീ അങ്ങനെ ചെയ്യരുത് ബേബി, നീ ഇങ്ങനെ ചെയ്യരുത് ബേബി. പക്ഷേ ഇവൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് അതിന് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അവളെ സംബന്ധിച്ച് ആരെങ്കിലും ഒരാൾ കപ്പും കൊണ്ട് ചെല്ലണമെന്നായിരിക്കും അവൻ്റെ ചിന്ത. എന്തായാലും ആ കൊച്ചിൻ്റെ ജീവിതം കൂടി സത്യം അവരുടെ കുടുംബക്കാരും ബന്ധുക്കളും പറയുന്ന കറക്റ്റാണ് നൂറാടെ. ഇവളാണ് കാരണക്കാരി. ഇവളെ ഒറ്റയൊരുത്തിയാണ് ആ കൊച്ചിൻ്റെ ജീവിതം കൂടി നശിപ്പിച്ചത്. അത് നല്ല ജീവിതത്തിൽ അത് പോയേനെ. അതിന് കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ കല്യാണം കഴിക്കേണ്ടത്. കാരണം 2 പേര് പീഡിപ്പിച്ച് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നല്ലോ. പക്ഷെ എന്നാൽ അതിൻ്റെ സമാധാനത്തോടെ എൻ്റെ കുടുംബമായിട്ട് അങ്ങനെ ജീവിച്ചേനെ. നല്ല സ്നേഹമുള്ള ഉപ്പയെന്ന് അത് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ അതിനുശേഷം ഇവരിരുന്ന് പറയുകയാണ്, അനുമോളെ കുറ്റം പറയുന്നു, ഷാനവാസിനെ കുറ്റം പറയുന്നു. ഇവളിങ്ങനെ ആദിലെ ഓരോരോ ഇത് പറയുകയാണ്. എന്നിട്ട് ആ കൊച്ചിൻ്റെ അതിൻ്റെ മനസ്സിലും കൂടി റെനയുടെ കൂടെയും ഇരുന്നങ്ങ് വിഷം കുത്തിവെക്കുകയാണ് ഈ അതിലിങ്ങനെ വിഷം കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആരെയൊക്കെ ചൊറിയണം, ആരെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. അതൊക്കെയാണ് ഇന്ന് ലൈവിൽ ഇപ്പോഴും അത് തന്നെയാണ്. അക്ബറുമായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആദിലെയും നൂറയാണ് നമുക്ക് കാണുന്നത്.